അബിക ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ എല്ലായിടത്തും ചർച്ചയാക്കപ്പെട്ട ഒരു വിഷയമാണ് തിരഞ്ഞെടുപ്പ്. ഇന്ത്യയിലാകെ ക്രിസ്ത്യൻ പീഡനം രൂക്ഷമാകുന്നു. ഇന്ത്യയിലുടനീളം ക്രിസ്ത്യൻ പീഡന സംഭവങ്ങൾ തീവ്രമാകുകയാണ്. തിരഞ്ഞെടുപ്പ് തുടരുമ്പോൾ വിവിധ സംസ്ഥാനങ്ങളിലും അക്രമവും എതിർപ്പും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. രാജ്യത്തുടനീളം തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നതിനാൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളും ക്രിസ്ത്യാനികൾ പീഡനങ്ങളിൽ ഗണ്യമായ വർധനവിന് സാക്ഷ്യം വഹിക്കുന്നു. ശാരീരികമായ ആക്രമണങ്ങൾ, വ്യാജ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടൽ, നിർബന്ധിത പുനർമതപരിവർത്തനം, ഹിന്ദു മതത്തിലേക്ക് ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. ഓപ്പൺ ഡോട്ട്സ് പാർട്ണർ പ്രിയ ശർമ്മ പറയുന്നു, ഓരോ ദിവസവും പീഡന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇന്ത്യയിലുടനീളം ക്രിസ്ത്യാനികളെ ലക്ഷ്യമിടുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളകളിൽ വാക്കേറ്റത്തിനിരയായ മതന്യൂനപക്ഷങ്ങളിൽ ക്രിസ്ത്യാനികളും ഉണ്ടെന്ന് പ്രാദേശിക ഓപ്പൺ ഡോട്ട്സ് പാർട്ണറായ പ്രിയ ശർമ്മ അഭിപ്രായപ്പെടുന്നു. രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും പരസ്പരം മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വിദ്വേഷ പ്രസംഗങ്ങളും പ്രകോപനപരമായ പ്രസ്താവനകളും നടത്തുന്നുവെന്ന് അവർ പറയുന്നു. രാഷ്ട്രീയ നേതാക്കളുടെയും പാർട്ടികളുടെയും പ്രസംഗങ്ങളിൽ വ്യക്തികളെ അകപ്പെടാതെ രാജ്യത്തിന്റെ പുരോഗതിക്കായി വിവേകത്തോടെ വോട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമത്വത്തിന്റെയും വിവേചനമില്ലായ്മയുടെയും തൂണുകളിൽ ഇന്ത്യ നിൽക്കട്ടെ. മതസഹിഷ്ണുതയുടെ ഇടമായി മാറട്ടെ. ദേശീയ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 19 ആരംഭിച്ച് ജൂൺ 1 വരെ തുടരും. ശർമ്മ തുടരുന്നു, ഓരോ ദിവസവും പീഡന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇന്ത്യയിലുടനീളം ക്രിസ്ത്യാനികളെ ലക്ഷ്യമിടുന്നു. ക്രിസ്ത്യാനികൾക്ക് സുരക്ഷിതമായ ഒരു സ്ഥാനം പോലും ഇന്ത്യയിലില്ല. പാസ്റ്റർമാരും വിശ്വാസികളും ആക്രമിക്കപ്പെടുകയും ഭീഷണിപ്പെടുത്തുകയും വ്യാജ ആരോപണങ്ങൾ ചുമത്തി അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇതേസമയം പള്ളികളും ക്രിസ്ത്യൻ സ്ഥാപനങ്ങളും ആക്രമിക്കപ്പെടുകയോ അടച്ചുപൂട്ടുവാൻ നിർബന്ധരാകുകയോ ചെയ്യുന്നു. ക്രിസ്ത്യൻ സമൂഹത്തോട് തുടർച്ചയായ വിദ്വേഷവും വിവേചനവും ഉണ്ട്. പ്രിയമുള്ളവരെ, ഇന്ത്യ മഹാരാജ്യത്തിനായി പ്രാർത്ഥിക്കാം. ദൈവഹിതപ്രകാരമുള്ള ഒരു ഭരണം വരുവാൻ, അതിനായി പ്രാർത്ഥിക്കുവാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിനായി ഒരുങ്ങാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.